പിന്നെ അടുത്ത കാലത്താണ് ഈ മൃഗങ്ങളെ ശല്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളത്. ഇവിടെ ആനിമൽസിന്റെ സാന്നിധ്യം ഉണ്ടല്ലേ? എലിഫന്റ് ആണ് കൂടുതലായിട്ടും ഈ കയറ്റ കയറി വരും അല്ലേ? ഹംഗ്രി ട്രക്കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരയായ ചെമ്പ്ര പീക്കിലേക്കുള്ള ട്രെക്കിങ്ങിലാണ്. ട്രെക്കിങ്ങിന് പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുത്ത് വേണം മുന്നോട്ടുള്ള യാത്ര ചെയ്യേണ്ടത്. മേപ്പാടിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടിക്കറ്റ് കൗണ്ടറിൽ എത്തുവാൻ സാധിക്കുന്നതാണ്. യാതൊരു വിധത്തിലുള്ള പ്ലാസ്റ്റിക് ഉപകരണങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും ഇവിടെ കയറ്റുന്നതല്ല. നമ്മൾ ഈ അഗസ്ത്യർകൂടം ട്രെക്കിങ്ങിന് പോകുമ്പോഴുള്ള അതേ നിയന്ത്രണങ്ങളാണ് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിലും ഇവർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ കുറച്ച് കൊണ്ടുവരിക. നമുക്കിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾക്ക് പകരം അലൂമിനിയം ബോട്ടിലുകൾ കൊണ്ടുപോകാവുന്നതാണ്. അത് നമ്മളുടെ കയ്യിലില്ലെങ്കിൽ പോലും ഇവർ അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. തിരികെ നമ്മൾ ട്രെക്ക് കഴിഞ്ഞ് വരുമ്പോൾ കൊടുത്താൽ മതി. നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് മുമ്പ് കണ്ട ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്ററുകളോളം നടന്ന് വാച്ച് ടവറിൻ്റെ അടുത്തെത്തിയിട്ടാണ് ചെമ്പ്ര പീക്കിലേക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അതിനു മുമ്പ് പോകുന്ന ഈ വഴികളൊക്കെ കണ്ടോ, അതിമനോഹരമാണ്. മനോഹരമായ തേയിലത്തോട്ടങ്ങളും ഇടതൂർന്ന കാടുകൾ പോലെ ഫീൽ ചെയ്യുന്ന ഒരുപാട് മരങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഈ ചെമ്പ്ര പീക്ക് ട്രെക്കിങ്ങിന് വരണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിനാണ് പാക്കേജായിട്ട് വരുന്നത്. വിത്ത് ഗൈഡ് ഒരു ഗ്രൂപ്പിന് 4000 രൂപയാണ് ചാർജ് വരുന്നത്. ട്രെക്കിങ് കയറി തുടങ്ങുമ്പോഴേ തന്നെ ചെറിയ കയറ്റമാണ് കേട്ടോ. ട്രെക്ക് ചെയ്തിട്ട് കുറച്ച് ആയത് കാരണം നല്ല രീതിയിൽ അണയ്ക്കുന്നുണ്ട്. വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, കയറാൻ പറ്റും. ഇവിടെ നമുക്ക് കയറുന്നവർക്ക് പ്രയാസമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റോപ്പേ പിടിച്ച് നമുക്ക് കയറാം. നമ്മുടെ കൂടെയുള്ള അനീഷ് ബ്രോ ഉണ്ട്. എങ്ങനെയുണ്ട് ബ്രോ ട്രെക്കിങ്? കയറി വന്നിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഉള്ളത് പ്രമോദിയേട്ടനാണ്, ചെമ്പ്ര പീക്കിലെ ഗൈഡാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ചെമ്പ്ര പീക്കിനെ പറ്റി എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയോ? നമ്മളെ പൂർവികർ, നമ്മളെ രക്ഷിതാക്കളൊക്കെ പറഞ്ഞുള്ള അറിവാണ്. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അടുത്ത കാലത്താണ് ഈ മൃഗങ്ങളെ ശല്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളത്. ഇവിടെ ആനിമൽസിന്റെ സാന്നിധ്യം ഉണ്ടല്ലേ? എലിഫന്റ് ആണ് കൂടുതലായിട്ടും. ഈ കയറ്റ കയറി വരും അല്ലേ? ആനപ്പല്ലം വരുന്ന വഴി കണ്ടായിരുന്നു കുറെ. കയറി വന്നൊരു 10 വർഷത്തിനടുത്തായിട്ടുള്ള എലിഫന്റിന്റെ ശല്യം ഉണ്ട്. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. പിന്നെ അടുത്ത കാലത്തായിട്ട് ഒരു കടുവയുടെ സ്ഥിതികൾ ഉണ്ടായിട്ടുണ്ട്. ഇത് എത്ര ഫീറ്റാ വരുന്നത്? ടോട്ടൽ 2100 ആണ്. 100 മീറ്റർ. അത് പിന്നെ ലേക്ക് വരെ 1600 സംതിങ്. നമുക്ക് അവിടെ വരെ ഉള്ളു പെർമിഷൻ അല്ലേ? മേലോട്ട് കയറ്റി വിടാത്തതിന്റെ കാര്യം ഒരു പ്രൊട്ടക്ഷൻ ഏരിയ ആയതുകൊണ്ട് ആനിമൽസിന്റെ അനിമൽസ് അല്ല, ഒരു ലാഫിംഗ് ത്രഷ് എന്നൊരു പേരുണ്ട്. അത് 3 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു കുട്ടിച്ചെടിയിലൊക്കെയാണ് കൂട് കെട്ടി താമസിക്കുക. ഈ മനുഷ്യന്റെ സാഹസം വന്നാൽ ഓട്ടോമാറ്റിക് പോകും. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്. അതിനെ പ്രിസർവ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. മേലോട്ട് അത്യാവശ്യം കയറ്റമുണ്ട്, എന്നാലും അത്ര ഡിഫിക്കൽട്ട് അല്ല. ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്ഷീണിക്കാതെ കയറാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ഏകദേശം മേലോട്ട് 800 മീറ്ററേ ഉള്ളൂ. അവിടെയാണ് ഒരു ലേക്ക് വരുന്നത്. അതിന് മേലോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. ചേട്ടൻ പറഞ്ഞ പോലെ
ഒരു പക്ഷിയുണ്ട്. അത് ചെറിയ ഹൈറ്റിലുള്ള 3 മീറ്ററുള്ള ഹൈറ്റിലൊക്കെയുള്ള കുറ്റിച്ചെടികളിലൊക്കെയാണ് കൂട് കൂട്ടുന്നത്. നമ്മളപ്പോൾ മേലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് മേലോട്ട് കയറ്റിയിടാത്തതെന്ന് പറയുന്നത്. 2100 മീറ്ററാണ് ഈ ചെമ്പ്ര പീക്കിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിലങ്ങ് വിഷല കേട്ടോ, ഫ്രണ്ടിൽ കണ്ടോ നല്ല ക്ലൗഡ് മലനിരകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആന കയറുന്ന ഏരിയ ആണ് കേട്ടോ. ആനയുടെ ശല്യം ഉണ്ടാവണം. ഈ സമയത്തൊക്കെ ഇല്ല. ഗൈഡ് പറഞ്ഞത് ആനയൊക്കെ ഈ വഴി പോകുന്നതെന്നാണ്. നമ്മൾ താണ്ടിപ്പോൾ ഏകദേശം കയറിയാണ്ട് ഇവിടെ വന്നേ. അവിടെ നിന്ന് ഒരു ചെറിയ തടാകം കാണാം. ആളുകളൊക്കെ കണ്ട് ഇവിടുന്ന് കയറി വരുന്നുണ്ട്. നല്ല വെയിലായത് കാരണമാണ് കേട്ടോ ഈ ഗ്ലാസ് വെച്ചേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത്രയും ഏരിയ കൂടെ നല്ല വെയിലത്ത് കണ്ടിന്യൂസ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന് പ്രോബ്ലം വരും. അതുകൊണ്ട് നല്ല വെയിലുള്ള ടൈമിലൊക്കെ ഇതേപോലെ ഒരു കാറ്റഗറി 3 or 4 ഉള്ള സൺഗ്ലാസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആണ് നമ്മളിപ്പം ലവ് ലേക്കൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വ്യൂ ഉണ്ട്. ഇതാണ്ട ഈ കാണുന്ന ആ ഒരു സ്പോട്ടിൽ ഇവിടെ അങ്ങോട്ട് പോവുക. നമ്മുടെ അഷ്റഫ് എന്ന് പറയുന്ന ഒരു ഇക്കായെ നമ്മളിപ്പം പരിചയപ്പെട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ മേപ്പാടിയിലാണ്. ആർമിയിൽ റിട്ടയർഡായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഇവിടെ ട്രക്കിങ്ങിന് വന്നതാണ്. എങ്ങനെയുണ്ട് ചെമ്പ്ര പീക്ക് എക്സ്പീരിയൻസ്? നിങ്ങളെ സംബന്ധിച്ച് ആർമിയിലായതുകൊണ്ട് ഇതൊന്നും ആയിരിക്കത്തില്ല, എന്നാലും പിന്നെ എല്ലാവരും വന്ന് പറ്റുന്നവരൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫിസിക്കൽ എൻഡുറൻസ് കൂടെയാണിത്. അതെ അതെ. അപ്പോൾ നമ്മളെല്ലാവരും ഫിസിക്കലി ഫിറ്റാണെന്നുള്ള നമുക്കൊരു ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റീവിൻ്റെ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ ഒരാളെയും കൊണ്ടാണ് വന്നത്. ഓക്കെ. അവരെ ഞങ്ങൾ പിന്നെ എൻകറേജ് ചെയ്ത് ഇൻസ്പയർ ചെയ്തിട്ട് ഇവിടെ വരെ എത്തിച്ചു. ആള് കയറി ഇപ്പോൾ അവിടെ ലേക്കിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡ് കൊല്ലത്ത് നിന്ന് വന്നു. അവർ കൊല്ലത്ത് നിന്ന് വന്നു. പുള്ളിക്കാരത്തി മലപ്പുറത്ത് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ കൂടെ ഞാൻ കയറാൻ വന്ന് അവരെങ്ങനെ ഇവിടെ വരെ എത്തിച്ചു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് തീരെ പറ്റില്ല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടും ഇവിടെ വന്നു. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊരു ഫിസിക്കൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് വേണ്ടത്. കുഞ്ഞ് ട്രക്കർ ഉണ്ട് കേട്ടോ. എന്താടാ വാവയുടെ പേര്? പേര് പറ. പേര് സെല്ല്. അവിടുന്ന് നടന്നു വന്നതാണോ? കുഞ്ഞവിടുന്ന് നടന്നു കയറി വന്നതാണോ? സൂപ്പറാണോ ട്രക്കിങ്? ട്രക്കിങ് അടിപൊളിയാണോ? ഇനിയും വരുമോ? എന്തെങ്കിലും പറ, പേര് പറ. കുഞ്ഞിൻ്റെ പേരെന്താ? ഉങ്ങളുടെ പേരെന്നാ? നമ്മുടെ ചെമ്പ്ര പീക്ക് ട്രെക്കിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. കിടിലനൊരു ട്രെക്കിംഗ് ആയിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളിപ്പോൾ ട്രെക്കിംഗ് കഴിഞ്ഞിട്ട് വേണ്ട 1980s എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്ന കിടിലനൊരു ഊണായിരുന്നു.
ഈ റൂട്ട് വരുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് കേട്ടോ. അടിപൊളി ആംബിയൻസും ഫുഡാണെങ്കിലും എല്ലാം അടിപൊളി. അപ്പം മറ്റൊരു ദിവസം വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.